പടകളകി പാകത്തിരിക്കുന്ന ശിഷ്യന്മാരിളകി. അവര് നിലവിളിക്കുമ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു കഴിയുമ്പോൾ ഈ രണ്ടും അമർന്നു. ഉടനെ ശിഷ്യന്മാരെ പറഞ്ഞ വാക്ക് കേൾക്കണമോ? കാറ്റും കടലും കൂടെ ഇവൻ അനുസരിക്കുന്നുവല്ലോ, ഇവനാർ. ഒരു സ്വതന്ത്രം നമുക്ക് പറയാമോ? സ്വതന്ത്രം കണ്ടോ? യേശുവിന്റെ കൂടെ 3.5 വർഷം നടന്ന അത്ഭുതത്തിന്റെ ഇതിഹാസങ്ങൾ കണ്ട് ശിഷ്യന്മാര് ഈ യേശുവിന്റെ ഒറ്റ വാക്കിൽ കാറ്റും കടലും അമർന്നപ്പോൾ അവർ ചോദിക്കുന്നു. മാർക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കാമോ? ഒന്ന് വായിക്കാമോ? മാർക്ക് 4:41 വായിക്കാം, വേഗത്തിൽ വായിക്കാം. മാർക്ക് 4:41. പെട്ടെന്ന്. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു. യേശുവിന്റെ കൂടെ 24 മണിക്കൂറും കൂടെയുള്ള 12 ശിഷ്യന്മാര്. ഇതിനേക്കാൾ അത്ഭുത പ്രവർത്തികൾ അവര് കണ്ടിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. കുരുടന്മാരുടെ കണ്ണു തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. മുടന്തന്മാർ ചാടി എഴുന്നേറ്റ് ഓടുന്നത് കണ്ടിട്ടുണ്ട്. ഈ അത്ഭുത പ്രവർത്തികളെല്ലാം കണ്ട ശിഷ്യന്മാര് കടലിൽ വെച്ച് ഒറ്റ വാക്കുകൊണ്ട് യേശു ശാസിക്കുമ്പോഴും കാറ്റും കടലും അമർന്നപ്പോൾ ഇവർ പറയുന്നു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ. സ്തോത്രം ചെയ്യുന്നു. ഇവനാർ എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ ഒറ്റ വാക്കിൽ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തി കണ്ടപ്പോൾ ശിഷ്യന്മാര് പോലും അതിശയിക്കത്തക്ക നിലകളിലാണ് സ്തോത്രം ചെയ്യുന്നു യേശു ചില അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളതും ഇവനാരെന്നറിയത്തക്ക നിലകളിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാണെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തന്നെ ആ 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവൻ ആരെന്ന് ചോദിക്കുമ്പോൾ യേശു ആരെന്നേക്കണം. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമ്മുടെ യേശു ആരാ? ഇവൻ ആരാ? സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പൂർണ്ണമായി രക്ഷിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? എന്നിട്ട് യേശു ആരാണെന്ന്, യേശുവിന്റെ സവിശേഷങ്ങൾ, യേശുവിന്റെ ഗുണവിശേഷങ്ങൾ പൗലോസ് വീണ്ടും പറയുന്നു. 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടി പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, ആ മഹാപുരോഹിതനെ പോലെ സ്വതന്ത്രം കണ്ടോ? യേശുക്രിസ്തുവിന്റെ ഇവൻ എത്ര മഹാനെന്ന് പറയുമ്പോ യേശുക്രിസ്തുവിന്റെ ഗുണവിശേഷങ്ങളെ കുറിച്ചും പൗലോസ് തന്നെ ആ ജനത്തോട് സ്വതന്ത്രം ചെയ്യുന്നു, വിവരിച്ചിരിക്കുകയാണ്. ഇത്രയും മഹാനായ ഒരു കർത്താവിനെ സ്നേഹിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് ഒന്ന് കരങ്ങളിൽ വർത്തി കർത്താവിന് സ്വതന്ത്രം ചെയ്യാമോ? ഈ ഭൂമിയിൽ ഒരുപാട് മഹാന്മാര് ജീവിച്ചിട്ടുണ്ട്. ഭൂമി ജീവിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒത്തിരി മഹാന്മാരൊക്കെ. സത്യത്തില് 150 വർഷം ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാള്, 150 വർഷം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാള്. 50 ഡോക്ടർമാരാണ് ഡെയിലി തന്റെ ചുറ്റിലുമുള്ളത്. കണ്ണിനൊരു ഡോക്ടർ, തിരിയത്തിന് വേറെ ഡോക്ടർ, ചുണ്ടിന് ഡോക്ടർ, പല്ലിന് ഡോക്ടർ, മൂക്കിന് ഡോക്ടർ, സ്വത്രം നാവിന് ഡോക്ടർ, കൈക്ക് ഡോക്ടർ, സ്വത്രം ബ്രെയിന് ഡോക്ടർ, അങ്ങനെ 50ഓളം ഡോക്ടർ 24 മണിക്കൂറും ഈ മനുഷ്യന്റെ കൂടെ ഇരുന്ന് രോഗമൊന്നുമില്ല അദ്ദേഹത്തെ ശുശ്രൂഷ രോഗം വരാതെ ശുശ്രൂഷ ആയുസ്സിനെ വർദ്ധിപ്പിക്കാൻ 150 വർഷം ജീവിക്കാൻ വേണ്ടി 50ഓളം ഡോക്ടർ ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ വാരി ചെലവഴിച്ചു. ഭക്ഷണം കൊണ്ടും കഴിക്കുന്ന വെള്ളം, ശരീരത്തിന്റെ പ്രത്യേക മസിലുകൾ, ശരീരത്തിന്റെ രക്തം സർക്കുലേഷൻ ചെയ്യുന്ന നിലകളിൽ രക്തം ആ തലത്തിൽ ഓടി രോഗം വരാതെ ആയുസ് 150 വർഷം ജീവിച്ചിരിക്കാൻ വേണ്ടി 50 ഡോക്ടർമാരെ ചുറ്റിലും നിർത്തി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യനാണ് മൈക്കിൾ ജാക്സൺ. എത്ര വർഷം?
50 വർഷം. അപ്പൊ നോക്കൂ, 150 വർഷം. അപ്പം 50 ഡോക്ടർ ചുറ്റിനും നിൽക്കുമ്പോ സ്വോത്രം ചെയ്യുന്നു. നമ്മൾക്കൊരു അസുഖം വന്ന് ഒരു OPT എടുക്കാൻ പോലും നമ്മളെ പൈസ ഇല്ല, ഒരു അല്ലേല് പറഞ്ഞിട്ട്, അല്ലേ? ഇല്ല. അപ്പൊ നോക്കൂ, 24 മണിക്കൂർ 50 ഡോക്ടർമാർ തന്റെ ചുറ്റിനും നിന്നുകൊണ്ട് അസുഖം വരാതെ, രോഗം വരാതെ തന്നെ 150 വർഷം ജീവിക്കാൻ വേണ്ടി, ആയുസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, മഹാനാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മക്കളെ 52-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ പനി വന്ന് അവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. സ്വോത്രം ചെയ്യുന്നു. കണ്ടോ, ഇവിടുത്തെ ഉലക മഹാന്മാർ, ഇവിടുത്തെ വമ്പന്മാർ, ഇവിടുത്തെ ഉന്നതന്മാർ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും കോടിക്കണക്കിന് പണങ്ങൾ വാരി എറിഞ്ഞിട്ടും 150 വർഷമല്ല 52 വയസ്സ് പോലും ജീവിക്കാൻ കഴിയാതെ കേവലം ഒരു ചെറിയ പനിയിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടുവെങ്കിൽ മക്കളെ, നിങ്ങളും ഞാനും ജീവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ പവർ അല്ല മക്കളെ, നമ്മൾ കഴിക്കുന്ന മെഡിസിന്റെ പവർ അല്ല മക്കളെ. പിന്നെയോ നമ്മൾ ജീവിക്കുന്നത് കർത്താവിന്റെ കൃപയാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ആ ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കാർക്കും ഈ ഭൂമി ജീവിക്കാൻ കഴിയത്തില്ല മക്കളെ. അതുകൊണ്ട് ജീവിക്കുന്ന കാലം മുഴുവനും ഈ മഹാനായ ദൈവം അനാദി കാലം മുതൽ ദൈവത്തിന്റെ അനന്തതയുടെ അണിയറയിൽ പിതാവായ ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച കർത്താവായ യേശു ക്രിസ്തു, അവൻ ആരെന്നറിയാമോ? യേശുവായിട്ട് മാത്രമല്ല, നോക്കൂ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, ഇവര് 3 പേരും യേശുവിനെ കുറിച്ച് എഴുതുമ്പോൾ യേശു എന്നാണ്, യേശു കർത്താവ്, യേശു കർത്താവ്, യേശു ക്രിസ്തു, യേശു കർത്താവ് എന്ന് മത്തായി, മാർക്കോസും ലൂക്കോസും യേശുവിനെ അങ്ങനെ എഴുതി ഒരു ഭാഗത്തേക്ക് ഒതുക്കുമ്പോൾ ഉണ്ടല്ലോ, 4-ാമത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതി യേശു ക്രിസ്തു എന്നല്ല, യേശു ദൈവം എന്ന് എഴുതി. ഒരു സ്വോത്രം പറ മക്കളെ അങ്ങോട്ട്. മത്തായി, മാർക്കോസും ലൂക്കോസും യേശുവിനെ യേശു ക്രിസ്തു എന്ന് മാത്രം എഴുതി ഒരു ഭാഗത്ത് ഒതുക്കുമ്പോൾ യോഹന്നാൻ എഴുതിയത് യേശു ക്രിസ്തു എന്നല്ല, യേശു ആരെന്നറിയാമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവൻ കൃപയും സത്യം അടങ്ങി നമ്മുടെ ഇടയിൽ പാർത്തു. ഇതാണ് നമ്മുടെ മഹാനായ ദൈവം. ഒന്ന് കരം ഉയർത്തി സ്വന്തം പറയാമോ? കണ്ടോ, യേശുവിനെ യോഹന്നാൻ ദൈവമെന്ന് എഴുതി, യേശു ക്രിസ്തു എന്നൊക്കെ മത്തായി, മാർക്കോസ്, ലൂക്കോസ് എഴുതി അങ്ങ് നിർത്തി. പക്ഷെ യോഹന്നാന് കിട്ടിയ വെളിപ്പാട് യേശു ആരെന്നറിയാമോ? ദൈവം. എന്താ പറഞ്ഞു? അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വന്നു. അപ്പോൾ നമ്മുടെ ദൈവം ആരാ? അനാദികാലം മുതൽ ദൈവമായിരുന്നു നമ്മുടെ കർത്താവ്. ഒന്ന് കരം ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറയാം മക്കളെ. ഹല്ലേലൂയ. ആ മഹാനായ ദൈവം ഇനി മഹാന് യേശുവിനെ ദൈവം എന്ന് എഴുതിയ യോഹന്നാനെ ഇന്നുള്ള യഹൂദന്മാരും ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ഇത് കേട്ടപ്പോൾ മത്തായി, മാർക്കോസ് എഴുതാത്ത കാര്യം ഇവൻ യോഹന്നാൻ കയറി യേശുവിനെ ദൈവമെന്ന് എഴുതിയല്ലോ, അതുകൊണ്ട് യേശുവിനെ ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം ഈ ദൈവത്തിന്റെ പുറകെ പോകുന്ന യഹൂദന്മാർക്ക് മനസ്സിലായി, ന്യായശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവര് വിചാരിച്ചു ഇനി യേശുവിനെ ദൈവമെന്ന് എഴുതിയവൻ ഈ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ യോഹന്നാനെ പിടിച്ചു, തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. ആരെ? യേശു മഹാനെന്നും യേശു ദൈവമെന്നും ലോകരാജ്യം മുഴുവൻ അറിയിച്ച യോഹന്നാനെ യഹൂദന്മാര് പിടിച്ചു എണ്ണയ്ക്കകത്തിട്ട്. കാര്യം, അവൻ ജീവിച്ചിരുന്നാൽ ഇനിയും എഴുതും. എഴുതിയാൽ ലോകം ദൈവമെന്ന്, യേശു ദൈവമെന്നറിഞ്ഞാൽ ആ മഹാന്റെ കൂടെ ലോകം മുഴുവനും പോകും. അത് യഹൂദന്മാർക്ക് ഇഷ്ടമില്ല, ന്യായശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും അതിഷ്ടമില്ലാത്തത് കൊണ്ട് ഇനി യോഹന്നാൻ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് യോഹന്നാനെ പിടിച്ച് തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. തിളച്ച എണ്ണയ്ക്കകത്തിട്ട് അവനിപ്പം ഫ്രൈ ആയി പുറത്തു വരും, ഇനി അവൻ എഴുതത്തില്ല എന്ന് പറഞ്ഞ് ഫ്രൈ ആയി പുറത്തു വരുമെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോ തന്നെ സ്തോത്രം ചെയ്യുന്നു, ഇട്ട നീറോ ചക്രവർത്തി ആ വാർപ്പിനകത്ത് എണ്ണയ്ക്കകത്ത് കുനിഞ്ഞു നോക്കുമ്പോൾ യോഹന്നാൻ കിടന്ന് വിറയ്ക്കുന്നു. ഒരു സ്തോത്രം ചെയ്യുമെന്ന് പറയാമോ? യോഹന്നാൻ വിറയ്ക്കുന്നു. അവര് വിചാരിച്ചു, സ്തോത്രം ചെയ്യുന്നു, ഈ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആവണമെന്നും. ഫ്രൈ ആവണില്ല മക്കളെ, യോഹന്നാൻ കിടന്ന് വിറയ്ക്കുന്നു. അവിടെ നൂറോ ചക്രവർത്തി വിളിച്ചു വെച്ചു, അല്ലയോ
അല്ലയോ യോഹന്നാനെ, എന്റെ തിളച്ച എണ്ണ നിന്നെ ഒന്നും ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, അല്ലയോ നീറോ ചക്രവർത്തി, നിന്റെ തിളച്ച എണ്ണ എന്റെ ശരീരത്തെ വല്ലാതെ തണുപ്പിക്കുന്നു. ഒരു സ്വന്തം മക്കളെ, ഹല്ലേലൂയ. ആ തിളച്ചു മറിയുന്ന എണ്ണ തന്റെ ശരീരത്തെ കുളിർമയാക്കി, അവൻ തന്റെ ശരീരം ഐസക്കട്ടിയാക്കി മാറ്റി അവനെ സ്വന്തം. അപ്പൊ നീറോ ചക്രവർത്തിക്ക് മനസ്സിലായി, ഇനി ഈ യോഹന്നാനെ തകർക്കാൻ കഴിയത്തില്ല. തിളച്ച എണ്ണക്കകത്തുനിന്ന് യോഹന്നാനെ തിരിച്ചു കയറ്റി കൊണ്ടുവന്നപ്പോ യോഹന്നാൻ സ്വതന്ത്രം വീണ്ടും എഴുതാൻ തുടങ്ങി. അവൻ യോഹന്നാൻ സുവിശേഷം എഴുതിയത് കൊണ്ട്, ദൈവം വന്ന് എഴുതിയത് കൊണ്ടാണ് എണ്ണയ്ക്കകത്തിട്ടത്. എണ്ണയിൽ നിന്ന് അവൻ നശിച്ചു പോകാത്തത് കൊണ്ട് യോഹന്നാൻ ഇനി ജീവിച്ചിരുന്നാൽ പറ്റത്തില്ല. അവന് എണ്ണ എന്ന് കരയെ കയറ്റിയിട്ട് നൂരെ കാരാഗ്രഹത്തിനകത്ത് യോഹന്നാൻ അടച്ചിട്ടു. എന്താ, ഇനി എഴുതാൻ പാടില്ല. മക്കളെ, കാരാഗ്രഹത്തിനകത്ത് യോഹന്നാനെ അടച്ചപ്പോൾ നമ്മുടെ മഹാനായ കർത്താവിനെ കുറിച്ച് അവൻ എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. കരമുയർത്തി സ്വതന്ത്രം പറയാം മക്കളെ. ഈ 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ കാരാഗ്രഹത്തിനകത്ത് കിടന്നിട്ടാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്. സ്വതന്ത്രം ചെയ്തു. അപ്പോൾ വിചാരിച്ചു, കണ്ടോ, അവനെ തിളച്ച എണ്ണയ്ക്കകത്ത് അവൻ എഴുതുന്നു. കാരാഗ്രഹത്തിനകത്തിട്ടിട്ടും അവൻ യേശുവിനെ മഹാനെന്ന് എഴുതുന്നു, അവൻ യേശുവിനെ ദൈവമെന്ന് എഴുതുന്നു. അതുകൊണ്ട് ഇനി അവനെ സ്വതന്ത്രം ചെയ്യുന്നു. കാരാഗ്രഹത്തിനകത്തിടണ്ട. ഇനി അവനെ ആരെ കൺമുമ്പിൽ അവൻ കാണാൻ പാടില്ല. അവൻ നശിച്ചു പോകണം. തിളച്ച എണ്ണയ്ക്ക് പറ്റിയില്ല, തീക്ക് അവനെ തകർക്കാൻ പറ്റിയില്ല, കാരാഗ്രഹത്തിന് ഒതുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നീരോ ചക്രവർത്തികൾ വിചാരിച്ചു, ഇനി യവന് പേപ്പറും പേനയും ഒന്നും കിട്ടാതെ അവിടെ കടന്ന് നശിച്ചു പോകണം പറഞ്ഞുകൊണ്ട് അവനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. പത്മോസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാൻ നാടുകടത്തുമ്പോൾ അവിടെ ചിന്ത, ഇവൻ ഇനി എഴുതാൻ പാടില്ല, ഒറ്റപ്പെട്ടു. ആമേൻ. ഏതു മനുഷ്യനെയും ജീവനോടെ സ്വത്രം കൊത്തിപ്പറന്നു കൊണ്ടുപോകാം. വട്ടമിട്ട് കറങ്ങുന്ന കഴുകന്മാർ, മനുഷ്യന്മാരെ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു കൊണ്ടുപോകാൻ കരുത്തുള്ള കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന ആ പത്മോസ് എന്ന ദ്വീപിൽ ആരുമില്ലാത്ത ഏകാന്തതയിൽ ആമേൻ ഒരു കർത്താവിന്റെ ദാസൻ യോഹന്നാനെ കൊണ്ട് സ്വതന്ത്രം ചെയ്യുന്നു. അവിടെ കൊണ്ടിട്ടു. ആമേൻ. എന്തിനറിയാമോ? യേശുവിനെ ദൈവമെന്ന് എഴുതാൻ പാടില്ല. എന്നാ കേൾക്കണോ മക്കളെ, അവിടെ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കടക്കുമ്പോൾ ആ പ്രതിസന്ധിക്കകത്ത് ഒറ്റപ്പെട്ട അനുഭവത്തില്, ആരുമില്ലാത്ത അനുഭവത്തില് സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ മുഴങ്കാലും അടക്കി മേലോട്ട് നോക്കുമ്പോൾ ഒരു കാഴ്ച കണ്ട്, സ്വർഗം തുറന്നിരിക്കുന്നതും. കര അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ മക്കളെ. തുറന്നിരിക്കുന്നതും, നമ്മുടെ കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും. ഹല്ലേലൂയ. യോഹന്നാൻ കർത്താവ് പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും യോഹന്നാൻ കണ്ടു. എന്നിട്ട് പറഞ്ഞൊരു ഫലമുണ്ട്, യോഹന്നാനെ എഴുതുക. സ്വതന്ത്രം ചെയ്യുന്നു. അങ്ങനെ സ്വർഗത്തിലെ ദർശനം കണ്ടുകൊണ്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ പത്മോസിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് വെളിപ്പാട് പുസ്തകം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാം മക്കളെ. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എതിരായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ ഭൂമിയിൽ നിന്ന് ഒതുക്കിക്കളയാൻ, അപമാനം വരുത്തുവാൻ, തകർത്ത് കളയാൻ, അവരെ ബന്ധിക്കുവാൻ തക്കവണ്ണം മാനുഷികമായി പൈശാചികമായി നമുക്കെതിരായി കരമുയർത്തുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ഭാരപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നിനക്ക് വേണ്ടി ആ സമയത്ത് സ്വർഗം തുറന്നിറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇവനാണ് മഹാൻ. തളർത്തിക്കളയാൻ, നശിപ്പിച്ചു കളയാൻ സ്വതന്ത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരിമാരെ, മാതാപിതാക്കന്മാരെ, അനവധി സിസ്റ്റർമാരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവർ, കുടുംബത്തിൽ നിന്ന് തള്ളപ്പെട്ടവര്, മാതാപിതാക്കന്മാര്, സഹോദരങ്ങള്, കൂടപ്പറപ്പുകള്, ഒരമ്മയുടെ ഉദരത്തിനകത്ത് ജനിച്ച കൂടപ്പറപ്പ്, രക്തത്തിൽപ്പെട്ടവര് പോലും തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തി ഉപേക്ഷിക്കപ്പെട്ട പലരും ഇന്ന് രാത്രി എന്നെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ അകറ്റി നിർത്തിയാലും ദൈവാത്മാവ് ഇന്ന് രാത്രി ശക്തമായി 38ാമത് ബൈബിൾ കൺവെൻഷനിലൂടെ ദൈവശബ്ദം ഇന്ന് രാത്രി പറയുന്നു. ഞാൻ ഈ ദൈവശബ്ദം പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇന്ന് രാത്രി തുറന്നിറങ്ങി വന്നു. നിങ്ങളെ ചേർത്ത് പിടിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൽ പോകുമ്പോൾ മക്കളെ തളർന്നു പോകരുത്. ഏത് പ്രതിസന്ധിക്കകത്തും ക്ഷീണിച്ചും തളർന്നും പോകരുത് കേട്ടോ. ഹല്ലേലൂയ. ആരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയാലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് നമ്മളെ കൂടെയുണ്ട്.
ആരൊക്കെ വെറുക്കട്ടെ. അതുകൊണ്ടാണ് നമ്മുടെ ഭക്തന്മാരൊക്കെ പണ്ട് പാടിയത്, നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമീ പാത കടന്നിടണം, നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമീ പാത കടന്നിടണം, മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെയും സഹിച്ചിടണം, മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെയും സഹിച്ചിടണം, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറായി, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറായി, ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുകും നീ നിനയരുതേ, ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുകും നീ നിനയരുതേ, ഒരുക്കാം പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ, ഒരുക്കാം പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറായി, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറായി. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ മക്കളെ? നാടും വീടും കൂടുള്ളോർ വെടിയും ഇടുക്കമായ പാതയെ കൂടെ കടക്കേണ്ടി വരുമ്പോൾ ഒറ്റ ദൂത എനിക്ക് പറയാൻ, മടുത്തിടരുത്, സ്ഥിരത വിടരുത്, വിശ്വാസം വിടരുത്, ദൈവകൃപ വിടരുത്, പ്രാർത്ഥന വിടരുത്, കൂട്ടായ്മ വിടരുത്, ദൈവശബ്ദം വിടരുത്. ആരൊക്കെ അകറ്റിയാലും പരിശുദ്ധാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ദൈവശബ്ദം ദൂത് പറയുന്നു. എന്നെ കേൾക്കുന്നവരോട്, നാടും വീടും കൂടുതലൊക്കെ വെടിയുമ്പോൾ ഇടുക്കമായ പാതയെ കൂടെ കടക്കേണ്ടി വന്നാലും മടുത്തു പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ കാണാത്ത ചിലത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പസ്മോസ് എന്ന ദ്വീപിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന യേശുവിന് ദൈവമെന്ന് എഴുതിയ യോഹന്നാന് ഒറ്റപ്പെട്ട് കിടക്കേണ്ട സാഹചര്യം വന്നപ്പോഴും മക്കളെ സ്വർഗം തനിക്ക് വേണ്ടി തുറന്നു വന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, ഇതിനകത്ത് പലരും ഒറ്റപ്പെട്ടവരുണ്ട്, തള്ളപ്പെട്ടവരുണ്ട്, ജീവിതത്തിനകത്ത് വിവിധ പ്രതിസന്ധികളെ പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഈവൻ എത്ര മഹാന് നോക്കുകയും ഈ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ ചേർത്ത് പിടിക്കാൻ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് ദൈവമഹത്വം നിങ്ങളുടെ കുടുംബതലത്തിലേക്ക് ഈ ദിവസങ്ങൾ വെളിപ്പെട്ടു വരും. കർത്താവിന്റെ സേനദാസൻ പാഷ് ഷാജി അവരുകൾ നടത്തുന്ന ഈ മീറ്റിംഗ് ചില കുടുംബതലത്തിനകത്ത് ചില വിടുതൽ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു സ്ഥലത്തിരിക്കുന്നവരല്ല. ഞാൻ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാനത്ത് മണ്ണന്തലയ്ക്കടുത്തുള്ള സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഷാജി പാസ് ഒരു പക്ഷേ നെടുമ്പങ്ങാട് വെമ്പായത്തിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരെ ദൈവമക്കൾ വിവിധ ഭവനത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്താണെങ്കിലും ആത്മാവിന്ന് രാത്രി പറയുന്നു, ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇന്ന് രാത്രി കയറി വരികയാണ്. ആ വചനം നിങ്ങളെ കൂടാരത്തിനകത്ത് കയറി വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവിക്കുന്നതിൽ വിഷയനടുവിൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെട്ടിട്ട് അടുത്ത ദിവസം നിങ്ങൾ ഷാജി പാസ്റ്റർ വിളിച്ചു പറയും, അഭിഷക്തനെ, ഈ നടന്ന കൺവെൻഷൻ 38ാമത് കൺവെൻഷൻ എന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില ക്രിയകൾ ചെയ്തു.
ഘടകം, ചില പുതിയ വഴികൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നു. എന്റെ ദൈവം എത്ര മഹാനാണെന്ന് ഞാൻ ഇന്ന് രാത്രി അനുഭവിച്ചെന്ന് പറയാൻ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് രാത്രി തൊടുകയാണ്. തളർന്നു പോകരുത്. ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇതൊരു കൺവെൻഷൻ ആയിട്ടല്ല ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടോ. കൺവെൻഷനകത്ത് എനിക്ക് വേണമെങ്കിൽ ചരിത്രം പറയാം. കായിൽ തുടങ്ങി കായിൽ അവസാനിക്കാം, മായി തുടങ്ങി മായിൽ അവസാനിക്കാം. നിങ്ങളെയൊക്കെ പിടിച്ചിരുത്തതൊക്കെ വചനം പ്രസംഗിക്കാം. കരുണാമയനും കൈവിടാത്ത ദൈവത്തിന്റെ കളങ്കമില്ലാത്ത കരത്തീർന്ന് കർത്താവിനെ ആരാധിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞാൽ എത്ര കായായി മക്കളെ എണ്ണാൻ പറ്റിയോ? അത് എനിക്ക് അക്ഷരം ചേർത്ത് എനിക്ക് പറയാം കേട്ടോ. അതിനെക്കാലം കർത്താവിന്റെ മക്കളെ എന്ന് വിളിച്ചാൽ പോരെ. ആയിത്തോടെ എനിക്ക് ആയിൽ അവസാനിക്കാം. അങ്ങനത്തെ ഒരു പ്രഭാഷണം ഞാൻ ഇവിടെ നടത്തിയാൽ എല്ലാവരും കേട്ടോണ്ടിരിക്കും. പക്ഷെ ഇതിനകത്ത് അഭിഷക്തൻ അറിയാം, ചില കുടുംബത്തിനകത്ത് ചില പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ചില കുടുംബമുണ്ട്. ആ പ്രതിസന്ധിക്കകത്തിന് അവരെ വലിച്ചെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഈ 4-ാമത്തെ രാത്രി. അടുത്ത ദിവസം നിങ്ങൾ പലരും വിളിച്ചറിയിക്കും, അഭിഷക്തരെ എന്റെ കുടുംബത്തിനകത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയത്തക്ക രീതിയിൽ നിങ്ങൾ പാസ്റ്റർ ഷാജിയെ ഫോൺ ചെയ്യുമെന്ന് ആത്മാവിന്ന് രാത്രി പ്രവചന ശബ്ദമായി അറിയിക്കുകയാണ്. തളർന്നു പോകരുത്, തളരരുത്. ഏത് ശോധന വന്നാലും, ഏത് വേദന വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും തളരരുത്. തളർന്ന നേരം തിരുപൂജ മദീനാൻ താങ്ങിയെടുത്തു താതനോടിരുത്താൻ. തളർന്ന നേരം തിരുപൂജ മദീനാൻ താങ്ങിയെടുത്തു താതനോടിരുത്താൻ. തരുന്ന നാഥ സമസ്തവും തരുന്ന നാഥ സമസ്തവും ഞാൻ മകത്വ സേവയ്ക്കായി എന്നാളും മകത്വ സേവയ്ക്കായി. മണാള നിസ്നേഹത്താലേ, മണാള നിസ്നേഹത്താലേ നിറയുന്നേ ഉള്ളാമിന്നേരം, നിറയുന്നേ എന്നുള്ളാമിന്നേരം. മറന്നാലും ഓരമ്മതൻ കുഞ്ഞിനെ മറക്കയിൽ ഒരു നാളും നീ എന്നെ. മറന്നാലും ഓരമ്മതൻ കുഞ്ഞിനെ മറക്കയിൽ ഒരു നാളും നീ എന്നെ. വരച്ചല്ലോ നിൻ ഉള്ളം കയ്യിൽ, വരച്ചല്ലോ നിൻ ഉള്ളം കയ്യിൽ വാക്കുമാറാത്ത മകേശ, വാക്കുമാറാത്ത മണാള നിസ്നേഹത്താലേ, മണാള നിസ്നേഹത്താലേ നിറയുന്നേ ഉള്ളാമിന്നേരം, നിറയുന്നേ ഉള്ളാമിന്നേരം. തളർന്ന നേരം തിരുഭുജമതിനാൽ താങ്ങിയെടുത്തു താതനോടിരുത്തി. 2026 തീരും മുമ്പ് തളർന്നിരിക്കുന്ന ചില ദൈവമക്കളെ താങ്ങിയെടുത്തുകൊണ്ട് ഇന്നുവരെ കാണാത്ത ചില നന്മയുടെ പുരാതന വഴികൾ ദൈവാത്മാവ് നിങ്ങളെ കൂടാരത്തിനകത്ത് തുറക്കുന്ന ദിനമാണെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ആലോചന മക്കളോട് അറിയിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുകയും നമ്മുടെ കർത്താവിനെ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ? പൗലൂസ് പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുകയും, യേശുവിനെ മാത്രം നോക്കുകയും. അബ്രഹാമിനെ നോക്കണ്ട, ഇസഹാക്കിനെ നോക്കണ്ട, യാക്കോബിനെ നോക്കണ്ട, മോശയെ നോക്കണ്ട, സ്തോത്രം ചെയ്യുന്നു, ജോഷുവായെ നോക്കണ്ട, ഏലിയാവിനെ നോക്കണ്ട, ഏലിശയെ നോക്കണ്ട, അവരെ ആരെയും നോക്കണ്ട. പൗലൂസ് പറയുന്നു, വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുകയും. അവനാണ് മഹാനായ ദൈവം. ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ നമ്മൾ നോക്കിയാൽ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒരു ദൂതും കൂടെ കൈമാറാം. നമ്മൾ കർത്താവിനെ നോക്കുമ്പോൾ, മാതാപിതാക്കന്മാർ കർത്താവിനെ നോക്കുമ്പോൾ, നിങ്ങളുടെ തലമുറകളും നിങ്ങൾക്കൊപ്പം യേശുവിനെ നോക്കാൻ ദൈവം അവരെ വിളിച്ചു വേർതിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്തിരിക്കുന്ന ചില മാതാപിതാക്കന്മാർ തലമുറകൾ നമ്മൾ സേവിക്കുന്ന ദൈവത്തെ സേവിക്കാൻ കഴിയാതെ, നമ്മോടൊപ്പം ആരാധിക്കാൻ വരാൻ കഴിയാതെ തലമുറകൾ ഒരു പക്ഷേ നമ്മെ വിട്ട് അകന്നിരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തിയ യേശു എത്ര മഹാനെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ നമുക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നോക്കുന്ന കർത്താവിനെ നോക്കാൻ നമ്മുടെ തലമുറകളെ ദൈവം പുറത്തെടുക്കാൻ പോകുന്നു. 2026 നിങ്ങളെ കുടുംബതലത്തിനകത്തും കർത്താവിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചില തലമുറകളെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂടാരത്തിൽ നിന്ന് പുറത്തെടുത്ത് നിങ്ങളുടെ തല ഉയർത്തി നിൽക്കത്തക്ക നിലവാരങ്ങളിൽ ദൈവാത്മാവ് തലമുറകളെ അതിരുകളെ വിശാലമാക്കാൻ പോകുകയാണ്. സ്വോത്രം 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 സ്വോത്രം. കുടുംബതലത്തിനകത്ത് തലമുറകളെ ഒതുക്കിക്കളയുമെന്ന് വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ കണ്ണുനീര് വീണാൽ സ്വോത്രം ചെയ്യുന്നു. ആ ദേശത്തെ തലമുറകളെ നോട്ടമിട്ടിരിക്കുന്ന പിശാചിന്റെ കുഴിമാടത്തെ വെട്ടി, തുടവന അടല ദിഗൽക്കമന ശത്രുവിന്റെ കുഴിമാടത്തെ വെട്ടിയിട്ട് ചില തലമുറകളെ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും. തീക്കകത്തിൽ വലിച്ചെടുക്കുന്ന ചില മാതാപിതാക്കന്മാര് പരിശുദ്ധാത്മാവ് ഈ 38ാമത് കൺവെൻഷനിലൂടെ പ്രാർത്ഥിക്കുന്നവരെ, കരയുന്നവരെ ദൈവാത്മാവ് ഈ ദിവസങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടിക്കാണിക്കുക, നമ്മൾ സേവിച്ച ദൈവത്തെ ചൂണ്ടിക്കാണിക്കുക. നമ്മളൊരു സഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും എനിക്കറിയാം ഈ ഓൺലൈനിൽ കൂടി ഷാജി പാസ്റ്റർ മീറ്റിംഗിന് ഒരുപാട് വലിയ പ്രോഗ്രാം കാണുകയാ. സഭയ്ക്കകത്ത് ഒരു മീറ്റിംഗ് വെച്ചാൽ സഭയ്ക്ക് ആ ചുറ്റുപാടുപെട്ട 10, 100, 50 പേര് വരും, അവരെ കേൾക്കുള്ളൂ. പക്ഷെ ഈ ഓൺലൈൻ വഴി ഷാജി പാസ്റ്റർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വെളിപ്പാടിലാണ് അദ്ദേഹം ഈ യോഗം നടത്തുന്നത്. സ്വതന്ത്രം ചെയ്യുന്നു. പലരും ഈ ശബ്ദം കേൾക്കുന്നു. ഇതിനകത്തിരിക്കുന്ന മക്കൾ മാത്രമല്ല, ഇതിനകത്ത് മറ്റ് ജാതികളും പലരും എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാം ഒരുപക്ഷെ ഇപ്പം കാണുകയോ, സ്വതന്ത്രം ചെയ്യുന്നു, എപ്പോഴെങ്കിലും ഈ പ്രോഗ്രാം കാണുകയോ ചെയ്യും. അവരെയൊക്കെ ഈ വാക്ക്, ഈ വചനം ദൈവം അവരെ സന്ദർശിക്കും. സ്വതന്ത്രം ചെയ്യുന്നു. കർത്താവിന് നമുക്ക് നമ്മുടെ തലമുറകളെ ചൂണ്ടിക്കാണിക്കാം. നോക്കടാ, മഹാൻ നമ്മുടെ കർത്താവ്. സ്വതന്ത്രം ചെയ്യുന്നു. നോക്കൂ, ഇവൻ എത്ര മഹാനം, നോക്കുവിൻ എന്ന് തലമുറകളെ ചൂണ്ടിക്കാണിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ വിശ്വാസത്തിനും നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ലോകരാജ്യത്തെ ഞെട്ടിച്ചൊരു രാജ്യമാണ് അമേരിക്കൻ. അമേരിക്കൻ പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കനെ പോലെ ഒരു പ്രസിഡന്റ് ലോക ചരിത്രത്തിൽ വന്നിട്ട് മുമ്പും പിൻപും വന്നിട്ടില്ല. ഏറ്റവും അമേരിക്കൻ പട്ടണത്തെ ഇളക്കി മറിച്ച എബ്രഹാം ലിങ്കൻ ആയിരിക്കുന്ന, സ്വതന്ത്രം ചെയ്യുന്നു, ആ പ്രസിഡന്റ് അദ്ദേഹം ഒരിക്കൽ രക്തസാക്ഷിയായി മരിച്ചു. അമേരിക്കയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി വെടിയേറ്റ് അദ്ദേഹം മരിക്കുമ്പോൾ, സ്വതന്ത്രം ചെയ്യുന്നു, അമേരിക്കയിൽ ഏറ്റവും വെളുത്ത വർഗക്കാരെക്കാളും ഏറ്റവും കറുത്ത വർഗക്കാരാണ് ആദ്യം മുതലേ അമേരിക്കയിൽ കുടിയേറി പാർത്തിരിക്കുന്ന കറുത്ത വർഗക്കാരാണ്. വെളുത്ത വർഗക്കാരെക്കാളും കറുത്ത വർഗക്കാർ എണ്ണത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് എബ്രഹാം ലിങ്കൻ മരിച്ചത് കറുത്ത വർഗക്കാർക്ക് വേണ്ടിയാണ്. കാര്യം ആളെണ്ണം കൂടുതലുള്ളപ്പോൾ വോട്ട് കൂടുതൽ കിട്ടും. സ്വതന്ത്രം ചെയ്യുന്നു. അതുകൊണ്ട് കറുത്ത വർഗക്കാരെ എബ്രഹാം ലിങ്കൻ പിടിച്ചു നിർത്തി. അതുകൊണ്ട് അവരുടെ എല്ലാത്തിനും എണ്ണത്തിൽ കൂടുതൽ ജനമുള്ളത് കൊണ്ട് അവരെ വോട്ടിൽ എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായി മാറി. അതുകൊണ്ട് കറുത്ത വർഗക്കാർക്ക് വേണ്ടി അദ്ദേഹം പോരാടുമ്പോൾ അദ്ദേഹം വെടിയേറ്റ് രക്തസാക്ഷിയായി അമേരിക്കന്റെ ഡാളസ് എന്ന പട്ടണത്തിൽ അദ്ദേഹം വീഴുകയാണ്. ആ സമയത്ത് ചില ദിവസം തന്റെ ബോഡി മാറ്റിവെച്ചു. ഒരു പ്രത്യേക റാലിയായിട്ട് ലോകരാജ്യത്തുള്ള എല്ലാ മന്ത്രിമാരും, പ്രധാനമന്ത്രി, സ്വതന്ത്രം ചെയ്യുന്നു, മുഖ്യമന്ത്രിമാരും, പ്രധാനമന്ത്രിമാരും, MLA-മാരും, MP-മാരും എല്ലാവരും ലോകത്തിന്റെ സകല രാജ്യത്തു നിന്നും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം ലിങ്കന്റെ ശവാടക്കിന്റെ സമയത്ത് അദ്ദേഹത്തെ ആ ചേതനേറ്റ മുഖമൊന്ന് കാണാൻ വേണ്ടി ഫ്ലൈറ്റ് കയറി അമേരിക്ക ചെന്നു. വിവിധ രാജ്യത്ത് നിന്ന് പോകുന്ന പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ നിർത്തി അദ്ദേഹത്തിന്റെ ബോഡി കാണാൻ പ്രത്യേക സ്ഥല സൗകര്യങ്ങൾ ഒരുക്കി. അല്ലാത്ത നാട്ടുകാർക്കും അല്ലാത്ത ആൾക്കാർക്കും ഫുട്പാത്തുകളിലും റോഡ് വക്കിൽ നിന്നുകൊണ്ട് ആ ബോഡി റാലിയായി തുറന്ന വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ റോഡിൽ നിന്നുകൊണ്ട് തന്റെ മുഖമൊന്ന് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ ഡാളസ് എന്ന പട്ടണത്തിൽ വഴിയൊരിയായി നിൽക്കുന്നുണ്ട്. മന്ത്രിമാർക്ക് നിൽക്കാൻ പ്രത്യേക സൗകര്യം. സ്വതന്ത്രം ചെയ്യുന്നു. ടെറസിന്റെ മണ്ടയിൽ നിൽക്കുന്ന ആൾക്കാർ റോട്ടിൽ കൂടെ തുറന്ന വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് അവസാനം കാണാൻ വേണ്ടി ആൾക്കാർ നോക്കി നിൽക്കുന്നു. അങ്ങനെ കിലോമീറ്റർ ദൂരം അദ്ദേഹത്തിന്റെ ബോഡി അടക്കാൻ ഇങ്ങനെ സിലിത്തേരി കൊണ്ടുപോകുമ്പോഴേ പലരും റോഡിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തെ ദർശിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. എന്നാൽ
ആ റോഡിന്റെ പക്കത്ത് ഒരു കറുത്തവർക്കക്കാരിയായ ഒരു അമ്മ തന്റെ 4 വയസ്സ് പ്രായമുള്ള തന്റെ മകനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എബ്രഹാലിങ്ങിന്റെ ചേതനയേറ്റ മുഖമൊന്ന് കാണാൻ വേണ്ടി ഈ കറുത്തവർക്കക്കാരി അമ്മയും മകനും ആ റോഡിന്റെ വക്കത്ത് പുൽപ്പാത്ത് നിൽക്കുന്നു. ആ സമയത്ത് ആദിയായി എബ്രഹാലിങ്ങിന്റെ ശവശരീരം കൊണ്ടുവരുമ്പോൾ സ്വത്രം ചെയ്യുന്നു. അമ്മയുടെ അടുത്തെത്തിയപ്പോൾ അമ്മ അലറിക്കരഞ്ഞുകൊണ്ട് അമ്മ കൈ ചൂണ്ടി ആ 4 വയസ്സായ മോന്റെ പറഞ്ഞു, മക്കളെ നോക്കടാ, കറുത്തവർക്കക്കാരായ എനിക്കും നിനക്കും വേണ്ടി വെടിയേറ്റ് രക്തസാക്ഷിയായി മരിച്ച നമ്മുടെ എബ്രഹാലിങ്ങിന്റെ ശരീരം നോക്കടാ എന്നമ്മ അലറിക്കരയുന്നു. അമ്മയുടെ മുഖം മറഞ്ഞു ഓടിപ്പോകുന്നത് വരെയും തന്റെ കൈക്കത്തിരിക്കുന്ന സ്വന്തം മകനോട് പറയുന്നു, 4 വയസ്സ് പ്രായമുള്ളൂ, മക്കളെ നോക്കടാ, എനിക്കും നിനക്കും കറുത്തവർക്കക്കാർക്ക് വേണ്ടി വെടിയേറ്റ് രക്തസാക്ഷിയായി മരിച്ച നമ്മുടെ എബ്രഹാലിങ്ങിന്റെ ശരീരം നോക്കടാ എന്ന് പറഞ്ഞ അമ്മ അലറിക്കരഞ്ഞു. ആ എബ്രഹാലിങ്ങിന്റെ ശരീരം 4 വയസ്സായ മകന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അമ്മയുടെ മുഖം മറയുവോളം. ഈ പ്രായമില്ലാത്ത മോൻ എന്തറിയാം, അമ്മയുടെ കരം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ബോഡിയിലേക്ക് നോക്കി അവന്റെ മുഖം വല്ലാതെ വാടാൻ തുടങ്ങി. പക്ഷെ അവന് പറയാൻ അറിഞ്ഞൂടാ. അങ്ങനെ അലറിക്കരഞ്ഞ് അമ്മയുടെ മുഖം മറഞ്ഞു ബോഡി പോകും തോറും അമ്മ അലറിക്കരഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച മക്കളെ, എനിക്കും നിനക്കും വേണ്ടി രക്തസാക്ഷിയായി മരിച്ച നമ്മുടെ എബ്രഹാലിങ്കൻ പോയടാ, ഇന്ന് നമുക്കാരുണ്ടടാ എന്ന് പറഞ്ഞു ഈ അമ്മ അലറിക്കരയാൻ തുടങ്ങി. ഒരു അറിവില്ലാത്ത പയ്യൻ എന്ത് പറയട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം മക്കളെ, സ്വത്രം ചെയ്യുന്നു. ആമേ, ഒരു കറുത്തവർക്കക്കാർക്ക് വേണ്ടി ആ രാജ്യത്തിലെ എബ്രഹാലിങ്കൻ ആമേ രക്തസാക്ഷിയായി മരിച്ചപ്പോൾ ആ അമ്മയുടെ അലറിക്കരച്ചിലും തന്റെ 4 വയസ്സ് പ്രായമുള്ള തന്റെ മകനെ എബ്രഹാലിങ്കനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്കും ഷാജി പാസ്റ്റർക്കും ചൂണ്ടിക്കാണിക്കാൻ ഒരു ജാതിക്ക് വേണ്ടി മരിച്ചവനല്ല, ഒരു കള്ളറിന് വേണ്ടി മരിച്ചവനല്ല, ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി മരിച്ചവനല്ല, ഒരു വ്യക്തിക്ക് വേണ്ടി മരിച്ചവനല്ല, ലോകത്തിലെ സകല മാനവജാതിക്ക് വേണ്ടി രക്തം ചിന്തിയ ഒരുവരെയുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവിനെ ചൂണ്ടിക്കാണിക്കാൻ എത്ര മക്കൾ തയ്യാറാകുന്നു. ഞാനും ഷാജി പാസ്റ്റർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ യേശുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ റകമൽ കടകം തുരകക്കമന 10,000 ആൾക്കാർ ഞങ്ങൾക്കറിയാം ഇത് കാണുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇന്നൊരു പക്ഷേ ചുരുക്കം പേരായിരിക്കും ഓൺലൈനകത്തിരിക്കുന്നത്. ഇത് കഴിയുണ്ടല്ലോ, ഈ പ്രോഗ്രാം അഭിഷക്തനെടുത്ത് ഫേസ്ബുക്കിനകത്തോ യൂട്യൂബിനകത്തിട്ടാൽ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു യോഗമാക്കി മാറും കേട്ടോ. അനവധി വ്യക്തികൾ കാണുമ്പോൾ എബ്രഹാലിംഗന്റെ ശവശരീരം, എബ്രഹാലിംഗൻ മരിച്ചത് ഒരു കറുത്തവർക്കക്കാർക്ക് വേണ്ടിയാ, ഒരു ജാതിക്ക് വേണ്ടിയാ, ഒരു കള്ളറിന് വേണ്ടിയാ മരിച്ചത്. പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്തം ചിന്തിയത് ഒരു ജാതിക്ക് വേണ്ടിയല്ല, ഒരു കള്ളറിന് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയല്ല, ലോകത്തിലെ സകല മാനവജാതിക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യേശുക്രിസ്തു രക്തം ചിന്തി. ആ രക്തത്തിന്റെ ശക്തിയാണ് നാം ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തമല്ലേ മക്കളെ നമ്മളെ ഈ ഭാഗത്ത് കൊണ്ടുവന്നത്. ആ രക്തത്തിന്റെ ശക്തിയല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആ രക്തമല്ലേ നമ്മളെ വിടുവിച്ചെടുത്തിരിക്കുന്നത്. ആ രക്തമല്ലേ നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത്. ആ രക്തത്തിന്റെ ശക്തി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കാൻ എത്ര മക്കൾ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. അവരെ കരമൊന്ന് ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കാം. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറകളെ ഞാൻ എന്റെ കർത്താവിനെ ചൂണ്ടിക്കാണിക്കും. എന്റെ തലമുറയ്ക്ക് മാത്രമല്ല, രാജ്യത്ത് ദൈവം എന്നെ അയക്കുന്ന, ഞാൻ ജോലിക്ക് പോകുമ്പോൾ, ഞാൻ സഞ്ചരിക്കുന്ന ഇടത്ത്, ഞാൻ ജോലിക്ക് പോകുന്ന ഇടത്ത് ഒക്കെ എന്റെ യേശുവിനെ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഒരു സാക്ഷിയായി ഞാൻ മാറും. 38ാമത് ബൈബിൾ കൺവെൻഷന്റെ ഈ മീറ്റിംഗിലൂടെ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൈവവൈതലായി ഇന്ന് രാത്രി ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്കാൻ ഞാൻ പലരോടും പറയും എന്ന് തീരുമാനമെടുക്കുന്ന മക്കളെ ഞാൻ ആത്മാവിൽ പറയാം. അന്ത്യകാലഘട്ടത്ത് നിങ്ങളിലൂടെ ചിലരെ കർത്താവിന്റെ ഭാഗത്ത് കൊണ്ടുവരാൻ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കും. നമുക്ക് യേശുവിനെ ചൂണ്ടിക്കാണിക്കാമോ? ഞാൻ എന്റെ വാക്കോടെ നിർത്താം. ഒരു 5 മിനിറ്റ് ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ എന്റെ ഉള്ളത്തിൽ പ്രേരണ തരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് രാത്രി പറയാനുണ്ടെങ്കിൽ എന്റെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ മതിവരത്തില്ല മക്കളെ. നമ്മളെല്ലാവരും ആരാധിച്ചാലും നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും നമുക്കൊരിക്കലും മതിവരത്തില്ല. അത്രമാത്രം ദൈവം നമുക്ക് അത്ഭുതം ചെയ്തു. മരണത്തിന്റെ കറുത്തകരങ്ങൾ, അപകട മേഖലകൾ സ്വതന്ത്രം ചെയ്യുന്നു. അനർത്ഥങ്ങളൊക്കെ നമുക്കെതിരായി കടന്നു വരുമ്പോൾ നമ്മളെ കുടുംബത്തിനകത്ത് നിന്ന് ആളെണ്ണം കുറയ്ക്കാൻ തക്കവണ്ണം തലമുറകളെ ഭൂമിയിൽ നിന്ന് അപകടത്തിലൂടെ, 2 വീലറിന്റെ അപകടത്തിലൂടെ ഒക്കെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തി കളയാം. പിശാച് നമുക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ കൂടാരത്തിനകത്ത് ഒരു
ഭയങ്കര വിടുതൽ ഇന്ന് രാത്രി അയക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ തടസ്സങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. മാരക രോഗങ്ങൾ, അനർത്ഥങ്ങളും ആപത്തുകളും പ്രതികൂലങ്ങളും ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് ശത്രു കൊണ്ടിട്ടിട്ട് സ്തോത്രം ചെയ്യുന്നു ലജ്ജിപ്പിച്ചു കളയാൻ, തലയെ കുലിപ്പിച്ചു കളയാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ അതിന്റെ നടുവിൽ നമ്മുടെ തല ഉയർത്തുന്ന ഒരു ദൈവം സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി തല ഉയർത്തൂ യേശുവിന്റെ നാമത്തിൽ. റാബാനാഘതന കടങ്ങൾ കൊണ്ടോ സാമ്പത്തിക തകർച്ചകൾ കൊണ്ടോ ശാരീരിക രോഗം കൊണ്ടോ മറ്റേതെങ്കിലും പ്രതികൂലങ്ങൾ കൊണ്ടോ തല ഉയരാൻ കഴിയാതെ വണ്ണം ഇന്ന് രാത്രിയിൽ തല താഴ്ന്നിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു തല ഉയർത്തു മക്കളെ. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പിതാവായ അബ്രഹാം ഒരിക്കൽ തന്റെ വീട്ടിന്റെ പടിക്കൽ തന്റെ തല കുനിഞ്ഞ് തല നിവരാൻ കഴിയാതെ വളരെ വേദനപ്പെട്ടു. 1, ഒരു മകനില്ല. 2, തന്റെ അപ്പന്റെ മരണം. 3, തന്റെ സഹോദരന്റെ മരണം. 4, തന്റെ സഹോദരന്റെ മകനായിരിക്കുന്ന ഏക ആശ്രയമായ ലോത്ത് തന്നെ വിട്ട് സോദോമിലേക്ക് പോയി. അബ്രഹാം സാറായി മാത്രം ഒറ്റപ്പെട്ട് തന്റെ വീട്ടിൽ തല നിവരാൻ കഴിയാതെ വേദനപ്പെട്ടു. അബ്രഹാം ഇരിക്കുമ്പോണ്ടല്ലോ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച 3 പുരുഷന്മാർ തന്റെ വീട്ടിൽ വരുന്നു. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ, അത് പുരുഷന്മാരല്ല 3 ദൈവത്തിന്റെ ദൂതന്മാർ തന്റെ വീട്ടിൽ കയറി വരുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ തല ഉയർത്തി നോക്കും മക്കളെ. തല ഉയർത്തുമ്പോൾ ഇന്ന് വരെ കാണാത്ത ചില ദൈവത്തിന്റെ വിടുതൽ ദൈവം അയക്കുന്ന ചില ദൂതന്മാര് നിങ്ങളെ കുടുംബത്തിനകത്ത് മരണത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, പിശാച് ബന്ധിച്ച ചില ബന്ധനങ്ങളെ അറക്കുവാൻ ദൈവം അയച്ച ചില ദൂതന്മാരകത്ത് കയറി വരുന്നു. അബ്രഹാം തല ഉയർത്തി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വരുന്ന കാഴ്ച കണ്ടു. ആ ഓടിച്ചെന്ന് അബ്രഹാം നിലംബരെ കുനിഞ്ഞു, അവരെ കാലുകളെ കഴുകി. വൃക്ഷത്തിന്റെ ചുമട്ടിൽ അബ്രഹാം അവരെ ഇരുത്തിയിട്ട് ഓടി വീട്ടിൽ വന്ന് സാറയോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ 3 അതിഥികൾ വന്നിട്ടുണ്ട്. അബ്രഹാം വിചാരിച്ചത് 3 പുരുഷന്മാരെന്ന്. മക്കളെ, അത് പുരുഷന്മാരല്ല, ദൈവം അയച്ച ദൂതന്മാരാ. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഉടനെ സാറ പെട്ടെന്ന് മാവെടുത്തു കൊണ്ട് ചടയുണ്ടാക്കി. അബ്രഹാം മാട്ടിൻകൂട്ടത്തിൽ നിന്ന് കഴിച്ചതും കൊടുത്തതുമായ ഒരു മൃഗത്തെ പിടിച്ച് മാംസമുണ്ടാക്കി. മാംസവും സാറ ഉണ്ടാക്കി അടയുമായി വൃക്ഷത്തിന്റെ ചുമട്ടിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവദൂതന്മാരുടെ മുമ്പിൽ കൊണ്ടുവച്ചു ഭക്ഷിക്കാൻ പറഞ്ഞു. 3 പേരും ഭക്ഷിച്ചിട്ട് അന്ന് രാത്രി ആ 3 പേരും അബ്രഹാമിനോടൊപ്പം പാർത്തു. കണ്ടോ, വന്നിട്ട് പോകാൻ വന്നതല്ല കേട്ടോ, അബ്രഹാമിന്റെ കൂടെ കൂടാരത്തിൽ പാർക്കാന്. എന്തിനെന്നറിയാമോ? ഒറ്റപ്പെട്ടിരിക്കുന്ന അബ്രഹാമിന് അടുത്ത വർഷം ഒരു ഇസഹാക്കിനെ കൊടുക്കാൻ. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാൻ മക്കളെ. നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ദൈവം നമ്മൾ വീട്ടിനകത്ത് ആരും കാണാതെ ഉരുകി മനസ്സും വേദനപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഒരു പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെ കാണുന്ന ഒരുവൻ ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്നു അയക്കേണ്ട ദൂതന്മാരെ നിങ്ങളെ വീട്ടിലയച്ചിട്ട് ഇതുവരെ ഉളവാകാത്ത ചില പുത്തൻ തലമുറകൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാത്രി ശക്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി മക്കളോട് ഇന്ന് രാത്രി ദൂത് പറയുന്നു. അബ്രഹാം തല ഉയർത്തി കണ്ട ദൂതന്മാരെ കണ്ട് അന്ന് രാത്രി അവരവിടെ പാർത്തു. രാവിലെ പോകാൻ നേരത്തെ അബ്രഹാമിനെ വിളിച്ചു. സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാര്യ സാറ എവിടെ? അബ്രഹാം പറഞ്ഞു, ഇവിടെ ഉണ്ട്. അവള് ആ വാതിൽക്കൽ നിൽക്കുമ്പോഴേ ഈ ദൂതന്മാർ പറഞ്ഞൊരു പദമുണ്ട്, ഞങ്ങൾ അടുത്ത വർഷം വരും. 1 വർഷം കാത്തിരിക്കുക, അടുത്ത വർഷം ഞങ്ങൾ വരുമ്പോൾ നീ ഒരു ഇസഹാക്കിനെ അണച്ചുകൊള്ളും. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റപ്പെട്ട അനുഭവങ്ങളല്ലേ അണച്ചുകൊള്ളും. ഉടനെ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അത് ദൂതൻ കണ്ടു. സ്തോത്രം ചെയ്യുന്നു. എന്തിനാ സാറ ചിരിക്കുന്നത്? എന്നിട്ട് ദൂതൻ പറഞ്ഞു, നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ദൂതൻ പറഞ്ഞു. സാറായി ഉറപ്പിച്ചവർ പോയി. സ്തോത്രം ചെയ്യുന്നു. പോയി. പിറ്റേ വർഷമായപ്പോൾ ഹല്ലേലൂയ, തലകുനിഞ്ഞിരിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഒരു തലമുറയായ ഒരു ഇസഹാക്കിനെ ദൈവം കൊടുത്തു. കരമുയർത്തി സ്തോത്രം ചെയ്യാമോ?